നല്ല ബ്യൂട്ടിഫുൾ ബോക്സ് മോഡൽ എലിവേഷനൊക്കെ നൽകിക്കൊണ്ട് 3 സെൻറ്റ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച നല്ല കിടിലം വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. മെയിൻ റോഡിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 8 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 12 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. വീടിന് നൽകിയിരിക്കുന്ന എലിവേഷൻ ഒന്ന് എടുത്തു പറയേണ്ടതെന്ന് തന്നെയാണ്. കൂടാതെ തന്നെ അതിന് നൽകിയിരിക്കുന്ന കളർ കോമ്പിനേഷൻ, അതുകൂടാതെ അതിന് ഡെക്കറേഷനായി നൽകിയിരിക്കുന്ന സ്പോട്ട് ലൈറ്റ്, ഇതെല്ലാം തന്നെ ഒന്ന് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒരു ലോറി സൈറ്റിൽ തന്നെയാണ് വീട് പണിതിരിക്കുന്നത്. വാസ്തുപ്രകാരം തന്നെയാണ് വീടെല്ലാം പണികഴിപ്പിച്ചിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് പൈപ്പ് കണക്ഷൻ തന്നെയാണ്. വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വട്ടിയൂർക്കാവിന് സമീപം വെള്ളേക്കടവ് എന്ന സ്ഥലത്താണ്. 3 സെൻറ്റ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ പണികഴിപ്പിച്ച നല്ല മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ കടന്നു പോകാം. ഡീറ്റെയിലോട്ട് കടന്നു പോകുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ അത് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിൻ്റെ ഫ്രണ്ടേജ് മുഴുവനും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് നൽകിക്കൊണ്ട് വീടിൻ്റെ മുൻവശമൊക്കെ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിൻ്റെ ഫ്ലോറിംഗ് മുഴുവനും ടൈൽസ് ആണ് വന്നിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ കവേർഡ് കാർ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. 10x5 ആണ് സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. സിറ്റ് ഔട്ടിൽ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഒരു ചുമരിൽ ബോക്സ് ടൈപ്പ് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. നല്ല വൈഡ് റേഞ്ചിലുള്ള ഒരു ഫ്രണ്ട് ഡോർ തന്നെയാണ് വീടിനായിട്ട് പണിതിരിക്കുന്നത്. ഫ്രണ്ട് ഡോർ മുഴുവനും പ്ലാവിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കടക്കാം വീടിൻ്റെ ലിവിംഗ് ഏരിയയിലോട്ട്. 20x10 ആണ് ലിവിംഗ് ഏരിയ ഡയമെൻഷൻ. നല്ലൊരു TV യൂണിറ്റ് തന്നെയാണ് വീടിൻ്റെ ലിവിംഗ് ഹാളിൽ നൽകിയിട്ടുള്ളത്. വി ഗാർഡിൻ്റെ വയറിങ്ങും കൂടാതെ തന്നെ ഹാവൽസിൻ്റെ സ്വിച്ചസ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയ മുഴുവനും ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റ് ഒക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീടിനകത്ത് വരുന്ന എല്ലാ ഭാഗങ്ങളും തന്നെ ഒരു ബോക്സ് മോഡൽ ഡിസൈൻ തന്നെയാണ് ഇന്റീരിയറായിട്ട് നൽകിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ടൈൽസ് ആയ കജേറിയുടെ ടൈൽസ് തന്നെയാണ് വീടിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ കണ്ടതുപോലത്തെ ഒരു ബോക്സ് മോഡൽ ഡിസൈൻ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സും ഒരു സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിന്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. 14x10 ഡയമെൻഷൻ വരുന്ന ഡൈനിങ് ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഡൈനിങ് ഏരിയയുടെ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്കായിട്ടുള്ളൊരു നല്ല മനോഹരമായ ഒരു വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് ഏരിയയിൽ നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വാഷ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഒരു ഓപ്പൺ കിച്ചണിലോട്ട് പോകാം. 12x8 ഡയമെൻഷൻ വരുന്നൊരു കിച്ചൺ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചൺ പണി കഴിപ്പിച്ചിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് കിച്ചണിലൊക്കെ ചെയ്തിട്ടുള്ളത്. കിച്ചണെല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് സ്പേസിനായിട്ട് തന്നെ ഒരുപാട് ക്യാബിനറ്റ്സ് ഒക്കെ മുകളിലും താഴെയുമായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x10 ഡയമെൻഷൻ വരെ നല്ല മനോഹരമായ ഒരു റൂമാണ് ഈ കാണുന്നത്. വാൾ റൂഫ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. റൂമിൽ ഫാൻസി ലൈറ്റ് ഒക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുവാൻ ലീഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റെയറിൻ്റെ ഹാൻഡിൽസ് മുഴുവനും തടിയുടെ ഒരു ഫ്രെയിമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഗ്ലാസിൻ്റെ വർക്കും ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് അതിനൊരു ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് മനോഹരമാക്കിയിട്ടുള്ളത്. കൂടാതെ ഫർഗോള മോഡലൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും 12x10 ഡയമെൻഷൻ വരെ നല്ല വിശാലമേറിയ ഒരു ഹാൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഹാളിൽ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x10 ആണ് റൂമിൻ്റെ ഡയമെൻഷൻ. വാൾ റൂഫ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് ഒക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് റൂംസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് നൽകിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂം. 14x12 ആണ് റൂമിൻ്റെ ഡയമെൻഷൻ. ഈ ഒരു റൂമിൽ വാൾ റൂഫ്സ് നൽകിയിട്ടുണ്ട്. ഫാൻസി ലൈറ്റൊക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഒരു ഓപ്പൺ സ്പേസിലോട്ട് പോകാം. 10x8 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ഓപ്പൺ സ്പേസ് ആണ് വീടിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് മാറ്റ് ഫിനിഷിംഗ് വരുന്ന ടൈൽസ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ടെറസിലോട്ട് പോകാനുള്ള ഓപ്പണിങ്ങും ഈ ഒരു ഓപ്പൺ സ്പേസിൽ നിന്നാണ് കണ്ടിന്യൂ ആകുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. 10x8 ആണ് ബാൽക്കണി ഡയമെൻഷൻ.
സ്റ്റീൽ ഫ്രെയിമിൽ ഗ്ലാസ് വർക്കൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ബാൽക്കണിയുടെ ഹാൻഡിൽസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ബാൽക്കണിയിലും ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാൽക്കണിയുടെ സൈഡിലായിട്ട് തന്നെ ഒരു ഗാർഡനിങ് പ്രൊവിഷനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് വരുന്ന ഈ ഒരു വീടിന്റെ ആസ്കിംഗ് പ്രൈസ് വെറും 69 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അവർക്ക് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.